ചോല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അജിത്ത് ആരാണെന്ന് അറിയണമെങ്കിൽ ചോലയൊന്ന് കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിലുണ്ട്. അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാരൊന്ന് ആ സിനിമ കണ്ടിട്ട് ശരിക്കും കൂടുതൽ ആൾക്കാർ അജിത്തിൻ്റെ അടുത്തോട്ട് എത്തട്ടെ. നമുക്കൊരു വിഷമമുണ്ട്. അങ്ങനെയല്ല, അത്രയും നല്ലൊരു സിനിമയിലൊരു സിനിമാറ്റോഗ്രാഫർ. ഞാനിപ്പം പറയുവാണെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് വേറെ പണിക്കൊക്കെ പോകാറുണ്ടല്ലോ, സാധാരണ ജോലിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? ആ ഞാൻ പഴയ പോലെ തന്നെ എന്തായിരുന്നു ജോലിയൊക്കെ? ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു, വെഡ്ഡിങ്. ആ സമയത്ത് വെഡ്ഡിങ്, പിന്നെ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ നിർത്തിയത്. കുറച്ചും കൂടി അഡ്വർടൈസ്മെന്റ്, അങ്ങനെ ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് ആൽബംസ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛന് വീട്ടിൽ വർക്ക്ഷോപ്പുണ്ട്. വർക്ക്ഷോപ്പാണ്, ബിസിനസ്. അങ്ങനെ ഇടയ്ക്ക് അതിൽ സഹായിക്കും. വർക്ക്ഷോപ്പിൽ അത് ഇതിലൊക്കെ വരുന്നതിന് ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ് അവിടെ ആയിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തൊട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അവിടെ. അതിൽ ചോല കഴിഞ്ഞതിന് ശേഷം വഴക്കിൽ വരുന്നതിന് മുമ്പ് വരെ ഒരുപാട് നാളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അന്ന് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇടയ്ക്ക് ഒരു കന്നഡ മൂവി ചെയ്തിരുന്നു. അത് റിലീസായിട്ടില്ല. അതിപ്പം റീസെൻ്റ്ലി ആകും ചെയ്തിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെന്റ് ആണ് മെയിനായിട്ട് ഫോക്കസ്. അഡ്വർടൈസ്മെന്റിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യും. സിനിമാറ്റോഗ്രാഫി, ഇപ്പൊ ഡയറക്ഷനും കൂടി ചെയ്യാൻ പോവാണ്. സ്ക്രിപ്റ്റ് ഒരെണ്ണം ചെയ്തായിരുന്നു. അതിന് കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ കൊറോണ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഇപ്പം കംപ്ലീറ്റ് ആയി, ലോക്കായി. അപ്പോൾ അതിങ്ങനെ ഓണാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇതുവരെ വേറെ ആരോട്ട് സംസാരങ്ങളൊന്നും നടന്നില്ല. പ്രൊഡക്ഷനായിട്ട് അതിങ്ങനെ നോക്കുന്നു സംസാരിക്കാനായിട്ട്.